മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് പുസ്തക പ്രസിദ്ധീകരണത്തിന് അനുമതി തേടി നടത്തിയ നിരാഹാരം പിൻവലിച്ചു. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി വീണ്ടും ഉറപ്പു നൽകി. ജയിൽ DGP വഴി മുഖ്യമന്ത്രിയുടെ സന്ദേശം ലഭിച്ചതോടെയാണ് നിരാഹാരം പിൻവലിക്കാൻ രൂപേഷ് തീരുമാനിച്ചത്. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, നിരവധി ദിവസമായി ഇദ്ദേഹം നിരാഹാര സമരത്തിലായിരുന്നു. മുൻപ് ഇതേപോലൊരു ഉറപ്പ് കിട്ടിയിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഉറപ്പ് പക്ഷേ ജയിൽ അധികൃതർ പാലിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഒരു ഉറപ്പ് കിട്ടിയിരിക്കുന്നു, നിരാഹാരം പിൻവലിച്ചിരിക്കുന്നു. വിശദാംശം അഖില, കഴിഞ്ഞ ഒരാഴ്ചയിലധികം ദിവസങ്ങളിലായി രൂപേഷ് ജയിലിലും ആശുപത്രിയിലുമായി നടത്തിയ നിരാഹാര സമരമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിൽ DGP മുഖേന രൂപേഷ് ജയിലിൽ വെച്ച് എഴുതി പൂർത്തീകരിച്ച നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുമെന്ന് ഉറപ്പ് നൽകിയതോടുകൂടിയാണ് തീരുമാനം. കഴിഞ്ഞ 22 മുതലാണ് തൃശൂർ സെൻട്രൽ ജയിലിൽ രൂപേഷ് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ തയ്യാറാക്കിയ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ചോദ്യങ്ങളായി ഉയർത്തുന്നത്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി അടക്കം ബന്ധുക്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തതിലുള്ള പ്രതിഷേധ സൂചകമായി നിരാഹാര സമരത്തിലേക്ക് കടക്കുകയായിരുന്നു. 5 ദിവസത്തിന് ശേഷം കഴിഞ്ഞ 27-ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആരോഗ്യ സ്ഥിതി മോശമായതിനെ തുടർന്ന് രൂപേഷിനെ മാറ്റി. അവിടെയും പ്രതിഷേധം തുടരുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രൂപേഷിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഇടപെടലുകൾ വേണമെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിയമസഹായം അടക്കം നൽകാൻ തയ്യാറാവണമെന്നും അതോടൊപ്പം ജയിൽ അധികൃതരുടെ ഈ നിഷേധാത്മക സമീപനം അതിനെതിരെ ചോദ്യങ്ങൾ ഉയരണമെന്നും ആവശ്യപ്പെട്ട് കുടുംബങ്ങളും സുഹൃത്തുക്കളും മറ്റും നമ്മളെ സമീപിക്കുന്നത് ഇന്ന് വാർത്തയായി നമ്മൾ നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. രൂപേഷ് നിരാഹാരം പിൻവലിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രൂപേഷിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൗരാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ അല്പസമയങ്ങൾക്ക് മുൻപ് ഒരു പ്രതിഷേധ യോഗം നടന്നിരുന്നു. ഈ യോഗത്തിൽ വെച്ചും രൂപേഷിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ഔദ്യോഗികമായി ഈ തീരുമാനം അറിയിക്കുകയായിരുന്നു. ഏതായാലും ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. മഞ്ഞപ്പിത്തം കൂടി ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടുകൂടി തിരികെ ജയിലിലേക്ക് മടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുമെന്നും ജയിൽ DGP മുഖേന നൽകിയ ഉറപ്പിൽ രൂപേഷിനോട് രൂപേഷ് പുസ്തകം പ്രസിദ്ധീകരണത്തിന് അനുമതി തേടി നടത്തിയ നിരാഹാരം പിൻവലിച്ചു. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാൻ മുഖ്യമന്ത്രി വീണ്ടും ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് നിരാഹാരം പിൻവലിച്ചത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.